നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. വിളയൂർ എടപ്പലം AM-LP സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ മനുഷ്യ ജീവിതത്തെ ഗുണാത്മകമായ നിലയിൽ മാറ്റിയെടുക്കുന്നതിന്, മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഈ സർക്കാരിന്റെ കാലത്ത് പ്രാധാന്യം നൽകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തും ലോകത്തും നിലവിലുള്ള ഗുണപരിശോധനാ സംവിധാനങ്ങളാകെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സർവകലാശാലകളെ, കലാലയങ്ങളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വിദ്യാഭ്യാസത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് സർക്കാർ ആലോചിച്ചു വരുന്നത്. ഇതിനാവശ്യമായ നടപടികളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കുട്ടികളുടെ പഠനം പാൽപ്പായസം പോലെയാകണം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഒന്നാം പിണറായി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചത്. ലോകത്തിന് തന്നെ മാതൃകയുള്ള പല വിദ്യാലയങ്ങളും നമുക്കുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. പായസമാകണം എന്നുള്ളതാണ്. LP സ്കൂളാണ്. പ്രിയപ്പെട്ട ടീച്ചർമാർ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ LP സ്കൂളിലെ പഠനം പാൽപ്പായസം പോലെ ആയിരിക്കണം, അല്ലേ? മധുരമായിരിക്കണം. നേരത്തെ ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാനിവിടെ വരുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ്. അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും സ്നേഹമസൃണമായ മടിത്തട്ടിൽ നിന്നാണ് അവര് കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹപൂർണമായ അന്തരീക്ഷം തന്നെ ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാലയങ്ങളിൽ നമ്മൾ ഉറപ്പ് നൽകേണ്ടതുണ്ട്. അവരെ ശകാരിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അതല്ല അവരെ തിരുത്തേണ്ടുന്നതായ മാർഗം എന്ന് ഇന്നത്തെ അധ്യാപകർക്ക് അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. എടപ്പലം VPASM AM-LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 98ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. ഫോട്ടോ അനാച്ഛാദനം മുൻ MLA CP മുഹമ്മദ് നിർവഹിച്ചു. സ്വാഗതസംഘം ചെയർപേഴ്സൺ സുബൈദ ഇസഹാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A ഷാബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS സരിത, രാജി മണികണ്ഠൻ, മുജീബ് കരുവാങ്കുഴി, രാജൻ പുന്നശ്ശേരി, സ്കൂൾ പ്രധാനാധ്യാപിക C വഹീദ, സ്കൂൾ മാനേജർ VP കുഞ്ഞുമൊയ്തീൻ, PTA പ്രസിഡന്റ് സുനിൽകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റു ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെയും വിശിഷ്ട വ്യക്തികളെയും സ്കൂളിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിളയൂരിൽ ഭിന്നശേഷി സൗഹാർദ്ദ അങ്കണവാടി കെട്ടിടം തുറന്നുകൊടുത്തു. മന്ത്രി ആർ ബിന്ദു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 27 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നിലവിൽ പ്രവർത്തിച്ചിരുന്ന വിളയൂർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെയും പുതുതായി ആരംഭിക്കുന്ന വിഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അംഗൻവാടി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചത്. 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യമായുള്ള പ്രത്യേക പരിചരണം, പ്രീ സ്കൂൾ, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, രക്ഷിതാക്കൾക്കായുള്ള കൗൺസിലിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹാർദ്ദ കെട്ടിടങ്ങളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. അവർക്ക് സ്വയം പര്യാപ്തമായ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭിന്നശേഷി സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനായി സർക്കാരും സമൂഹവും സുമനസ്സുകളായ വ്യക്തികളും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നു ഈ കാലത്ത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഭിന്നശേഷിക്കാരെ കുറിച്ചുള്ള സമൂഹത്തിന്റെ അവബോധത്തിൽ വളരെയേറെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്.
തടസ്സരഹിതമായ ജീവിതം അവർക്ക് ഉറപ്പാക്കുന്നതിനാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, തിയേറ്ററുകൾ, ലൈബ്രറികൾ, എല്ലാ പൊതു ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമാകണം എന്ന് തീരുമാനമെടുക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. പുതുതായി നിർമ്മിക്കുന്ന എല്ലാ പൊതു കെട്ടിടങ്ങളും അത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി തന്നെ വേണം എന്നുള്ളത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒന്നാണ്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, CDS സൂപ്പർവൈസർ ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A ഷാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, ഷംലത്ത്, AK ഉണ്ണികൃഷ്ണൻ, രാജി മണികണ്ഠൻ, ഡോക്ടർ പ്രേംന മനോജ് ശങ്കർ, ശുഭ, സമീർ മച്ചിങ്ങൽ, ജംബ്ലം റാണി, KA ബിന്ദു, AM നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ കരോൾ റോഡ് ഷോ നടത്തി. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്കു ശേഷം പള്ളിയിൽ നിന്നാരംഭിച്ച റോഡ് ഷോയിൽ വൈദ്യുത ദീപാലങ്കാരങ്ങൾ, LED മുത്തുകുടകൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, സൈക്കിളിലും ഇരുചക്രവാഹനങ്ങളിലും പാപ്പമാർ, ക്രിസ്തുമസ് വസ്ത്രമണിഞ്ഞ് 100-ലധികം യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ അണിനിരന്നു. യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള തമ്പൂർ വാദ്യവും ബാൻഡ് വാദ്യവും റോഡ് ഷോയ്ക്ക് പൊലിമയേകി. യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പള്ളിയിലൊരുക്കിയ വൈദ്യുത ദീപാലങ്കാരത്തോടെയുള്ള ക്രിസ്മസ് ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം വികാരി നിർവഹിച്ചു. തുടർന്ന് റോഡ് ഷോ പള്ളിയിലെത്തിയപ്പോൾ ക്രിസ്തുമസ് സന്ദേശവും ക്രിസ്മസ് സമ്മാന വിതരണവും നടത്തി. സ്നേഹവിരുന്നും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് തൃത്താല. അന്തരിച്ച മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മറ്റം മുളയ്ക്കൽ പരേതനായ ജോണി മാസ്റ്ററുടെ മകൻ ജോമോൻ മാസ്റ്റർക്ക് നാട് യാത്രാമൊഴിയേകി. CCTV മാനേജർ സിൻഡോ ജോസിന്റെ ഭാര്യ സഹോദരനാണ് പരേതൻ. 45 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30ഓടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പുഷ്പചക്രം അർപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KM എഡ്വിൻ, ഷാജി വി ജോസ്, NV അബ്ദുസമദ്, CI വിജു, V ശശികുമാർ, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക TV ബിജിയാണ് ജോമൻ മാസ്റ്ററുടെ ഭാര്യ. വിദ്യാർത്ഥികളായ ആൻ ക്രിസ്റ്റൽ ജോ, ജുവൽ മരിയ ജോ എന്നിവരാണ് മക്കൾ. ചാവക്കാട് BRC കോർഡിനേറ്റർ ജോത്സ്ന J മുളയ്ക്കൽ ഏക സഹോദരിയാണ്. കാട്ടകമ്പാൽ സ്രായിൽ മോഷണശ്രമം. തലേക്കര സുരേന്ദ്രന്റെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത്. വീട്ടിലെ CCTV ക്യാമറയിൽ ദൃശ്യം തെളിഞ്ഞു. വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് ക്യാമറയിൽ കാണാം. വീടിന് ചുറ്റുപാടും നടന്ന മോഷ്ടാവ് CCTV ക്യാമറ കണ്ടതോടെ മാറിപ്പോവുകയായിരുന്നു. വിവസ്ത്രനായ മോഷ്ടാവിന്റെ കയ്യിൽ ടോർച്ചുമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സംശയം.
കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുറച്ചു ദിവസമായി വീടുകളിൽ മോഷണ ശ്രമങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ആലൂർ ഗാനതരംഗിണി സംഗീത വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗായത്രിക്ക് അനുമോദനം സംഘടിപ്പിച്ചു. ആലൂർ യുവജന വായനശാലയിൽ നടത്തിയ പരിപാടിയിൽ തൃത്തല സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഹംസ കെ ഗായത്രിക്ക് മൊമെന്റോ നൽകി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. ആലിയാമു ചിറ്റപ്പുറം ഗായത്രിയെ പൊന്നാട അണിയിച്ചു. ആലൂർ യുവജന വായനശാല സെക്രട്ടറി VP ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. അൻവർ വാക്കുളങ്ങര, രാംദാസ് പാലക്കോട്ടിൽ, രഘുനന്ദൻ അരിക്കാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനതരംഗിണിയുടെ കരോക്കെ ഗാനമേളയും അരങ്ങേറി. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരനെ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. പട്ടാമ്പിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം TK ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ചായിരുന്നു ലീഡർ കെ കരുണാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. തീർച്ചയായും ഈ ഒരു പോരാട്ടം അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വ്യക്തമായ സ്വാധീനമാണ് നിലനിർത്തിയത്. ഇന്ദിരാഗാന്ധിയുമായും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുമായും ഒക്കെ ആത്മബന്ധം നിലനിർത്തിയ കെ കരുണാകരൻ എന്നും കേന്ദ്ര നേതാക്കൾക്ക് പോലും പ്രിയപ്പെട്ടവരായിരുന്നു. ഇവിടെ ഉമ്മർക്ക സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു കിങ് മേക്കർ ആയിരുന്നു. 1991 രാജീവ് ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം, രാജീവ് ഗാന്ധി മരണപ്പെടുന്നതിന്റെ 10 ദിവസം മുമ്പ് അദ്ദേഹം പട്ടാമ്പി കോളേജിൽ അദ്ദേഹം വന്നതൊക്കെ നമുക്കറിയാം. ഞാനും അന്ന് അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പോലും നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ഒരു പ്രത്യേക റോൾ വഹിച്ച ഒരു നേതാവാണ് കെ കരുണാകരൻ. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു. ET ഉമ്മർ, C സംഗീത, KR നാരായണസ്വാമി, K ബഷീർ, ജിതേഷ് മോഴിക്കുന്നം, AK അക്ബർ, പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് PC ഗംഗാധരൻ, തൃത്തല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റുക്കിയ ഹംസ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഗോപിനാഥ് പാലഞ്ചേരി, ഹുസൈൻ പുലേഞ്ഞാലിൽ, ഹാഷിം അച്ചാരത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.